കാലത്ത് ഏറെ മമ്മൂക്കിൽ നിന്നും ഒരു കോരി തെരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. കാരിക്കാമൂർ ഷൺമുഖൻ. രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ആദ്യ രഞ്ജിത്തിൻ്റെ സിനിമയായിരുന്നു ബ്ലാക്ക് എന്ന സിനിമ. ഇതിൽ ഒരുപാട് കിടിലൻ ഡയലോഗുകളും ആക്ഷനും സെൻറ്റിമെൻ്റൽ ഒരുപാട് മൂമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗമല്ല, പക്ഷെ ആ ഒരു ക്യാരക്ടർ കാരിക്കാമൂർ ഷൺമുഖൻ എന്ന ക്യാരക്ടർ വീണ്ടും തിരിച്ചു വരണം. ഇതിലെ നായകന്മാരായിട്ട് വരുന്നത് പ്രകാശ് വർമ്മയൊക്കെയാണ്. പക്ഷേ ഇതിൽ മമ്മൂക്കയുടെ ഒരു അടിപൊളി ക്യാമിയോ റോൾ വരുന്നുണ്ട്, കാരിക്കാമൂർ ഷൺമുഖൻ. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മളൊക്കെ വരിക. എൻ്റെ പേഴ്സണലി ബിഗ് ബിയേക്കാൾ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂവിയാണ് ബ്ലാക്ക്. കാരണം അതിലെ ഡയലോഗുകളൊക്കെ നമ്മൾ കുറുക്കി കൊള്ളുന്ന തരത്തിലുള്ള അടിപൊളി ഡയലോഗും എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു ത്രില്ലിങ് എലമെൻസുകൾ ഒരുപാടുള്ള ചിത്രമാണ് ബ്ലാക്ക്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു രണ്ടാം വരവ് എന്നോണം നമുക്കൊക്കെ പ്രതീക്ഷ ഒരുപാടാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് അതിൻ്റെ ടൈറ്റിൽ റിവീൽ ചെയ്യും. മമ്മൂക്കിയുടെ ഒരു പോസ്റ്റർ തന്നെ ആവുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷ. കാരണം ആ ഒരു ക്യാരക്ടർ, ആ സിനിമയുടെ പേര് തന്നെ ബ്ലാക്ക് 2 അങ്ങനെ എന്തോ ആണ് പേര് എന്നാണ് പറഞ്ഞത്, കറക്റ്റ് അറിയില്ല. ഇന്ന് അതിൻ്റെ ടൈറ്റിൽ റിവീൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഉദയകൃഷ്ണ സ്ക്രിപ്റ്റ് എഴുതുന്ന ഈ ചിത്രം രഞ്ജിത്താണ് സംവിധാനം ചെയ്യുന്നത്. കുറച്ച് കാലമായിട്ട് ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ടർബോ ആണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റായിട്ട് വന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു സിനിമയാണ് ഈ ബ്ലാക്കിൻ്റെ ഈ രണ്ടാം ഭാഗം എന്നോണം വരുന്ന സിനിമ. രഞ്ജിത്തിൻ്റെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത മാസം ജൂലൈ ഒരു ലാസ്റ്റോടെ ചിത്രം തിയേറ്ററിൽ എത്തുന്നതാണ് നമ്മളൊക്കെ പ്രതീക്ഷ. അല്ല എങ്കിൽ ഓഗസ്റ്റ് ആ ടൈമിലൊക്കെ അതിൻ്റെ റിലീസ് ഉണ്ടാകും. എന്തായാലും ഇന്ന് ടൈറ്റിൽ വരുന്നതോടെ ബാക്കി അതിൻ്റെ അപ്ഡേഷൻസ്, അതിൻ്റെ ടീസർ, ട്രെയിലറൊക്കെ അതിൻ്റെ ഒഫീഷ്യലായിട്ട് വരും. എല്ലാവരും വെയിറ്റ് ചെയ്യുക കാരിക്കാമൂർ ഷൺമുഖിന് വേണ്ടിയിട്ട്.